ശ്രീ ആന്റണി രാജു നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ആന്റണി രാജു, സ്പീക്കർ തന്നെ വ്യക്തമായി പറഞ്ഞു, മുൻകാല പ്രാബല്യത്തോടുകൂടിയാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഉള്ള നടപടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോർജിന്റെ രാജി സ്വീകരിക്കാത്ത ഒരു സാഹചര്യം അതാണ് ജോർജിനെ അയോഗ്യനാക്കിയിരിക്കുന്നു. ശ്രീ ആന്റണി രാജു, പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന MLA-മാർക്കുള്ള ഒരു താക്കീത് കൂടിയാണ്, ഒരു മുന്നറിയിപ്പാണിത്. ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുവാനുള്ള ബാധ്യത MLA-മാർക്കുമുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ വിധി. PC ജോർജിനെ തുടർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം പുറത്താക്കുന്നതിനുള്ള നടപടികൾ പാർട്ടി ആരംഭിക്കും. പക്ഷെ ഇവിടെ ചില സാഹചര്യങ്ങൾ ഇപ്പോൾ ശ്രീ ബാലകൃഷ്ണപിള്ളയും എടുത്തു പറയുന്നുണ്ട്. മുൻകാല പ്രാബല്യത്തോടുകൂടിയുള്ള ഇങ്ങനെ ഒരു നിയമം പ്രയോഗിക്കൽ അത് സാങ്കേതികമായി ശരിയാണോ? അതൊക്കെ സാങ്കേതികമായ വാദമുഖങ്ങളാണ്. വിധിയുടെ പൂർണ്ണരൂപം ഞങ്ങൾ കിട്ടിയിട്ടില്ല. 3/6/2015 മുതൽ അദ്ദേഹം അയോഗ്യനാകാൻ യോഗ്യനാണ് എന്ന് സ്പീക്കർക്ക് തോന്നിയാൽ ആ തീയതി മുതൽ അയോഗ്യനാക്കാനുള്ള അധികാരം സ്പീക്കർക്കുണ്ട്. തീർച്ചയായും. പക്ഷേ ഇങ്ങനെയൊരു പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ രാജി സമർപ്പിച്ചിരുന്നു PC ജോർജ്. അതിനു മുമ്പ് തന്നെ ഈ ഹർജി കൊടുക്കുകയും ഹർജി തെളിവെടുപ്പ് നടക്കുകയും വിധി പ്രസ്താവത്തിനുള്ള തീയതി നിശ്ചയിക്കുകയും ചെയ്തതിനു ശേഷം കൊടുത്തത് കൊണ്ട് അതിന് യാതൊരുവിധ പരിഗണന നൽകേണ്ടതില്ല എന്ന് സ്പീക്കർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനുള്ള അധികാരം. മറ്റൊരു സംശയവും കൂടി ഇവിടെ ഉയരുന്നത്, ഇവിടെ ഇനി സർക്കാരിന്റെ കാലാവധി തീരും വരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവില്ല ജോർജിന് എന്നാണ് സൂചിപ്പിച്ചത്. പക്ഷേ അതും ആ വിധത്തിൽ ശരിയാണോ? അത്തരത്തിലല്ല യഥാർത്ഥത്തിൽ ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ല, ഇനിയൊരു തെരഞ്ഞെടുപ്പില്ലല്ലോ. നിയമസഭ കൂടാൻ 6 മാസം ഉള്ളതിന് ഇടയ്ക്ക് വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൊതുവിൽ ഉള്ളൊരു ആക്ഷേപം വരുന്നത് PC ജോർജിനെ ഈ വിധത്തിൽ കൂറുമാറ്റ നിരോധന നിയമം പ്രയോഗിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എന്ന സൂചനകൾ ഒരുപക്ഷെ ഈ വിധത്തിൽ കണക്ട് ചെയ്ത് വായിച്ചാൽ. കൂറുമാറ്റ നിരോധന നിയമത്തിന് എന്നുള്ള കുഴി കുഴിച്ചത് PC ജോർജ് തന്നെയാണ്. 3/6/15 കത്ത് കൊടുത്തത് PC ജോർജ് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ കുഴി തോണ്ടിയത്. വളരെ നന്ദി ശ്രീ ആന്റണി രാജു അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം PC ജോർജിനെ അയോഗ്യനാക്കിയിരിക്കുന്നു. മുൻകാല പ്രാബല്യത്തോടുകൂടിയാണ് അയോഗ്യത കൽപ്പിച്ചിട്ടുള്ളത്. ജൂൺ മാസത്തിലെ മുൻകാല പ്രാബല്യത്തോടുകൂടിയാണ് അയോഗ്യത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും നിരവധിയായ പാർട്ടി വിരുദ്ധ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് സ്പീക്കർ N ശക്തൻ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ജോർജിനെ അയോഗ്യരാക്കി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2015 7-ാം മാസത്തിൽ 21-ാം തീയതി തോമസ് ഉണ്ണിയാടൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രഖ്യാപനം PC ജോർജിനെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്.